നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പോരാട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം ഉയരെയാണ്. 400 സീറ്റ് നേടി അധികാരത്തിൽ ആവർത്തിച്ചമർന്നിരിക്കാമെന്ന് അദ്ദേഹം സ്വപ്നം കാണുന്നു. അത് വെറുമൊരു കിനാവല്ല. അതിന് സാക്ഷാത്കാരത്തിലേക്ക് വലിയ അകലമൊന്നുമില്ല. കാരണം മോദിയെ ആവേശഭരിതനാക്കാൻ പോകുന്നതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. മോദിക്ക് മാത്രം വിജയം സ്വപ്നം കാണാൻ കഴിയുന്ന മലിന വഴികൾ തെളിച്ചിട്ട തെരഞ്ഞെടുപ്പാണ് ഇത്. സകല സംവിധാനങ്ങളും മോദിക്ക് വേണ്ടി മാത്രമായി വളഞ്ഞു കുനിഞ്ഞ 7 ഘട്ടങ്ങളാണ് പൂർണ്ണമാകാൻ പോകുന്നത്. നിഷ്പക്ഷവും നീതിയുക്തവുമായി നടന്നു കാണണം എന്ന് നാം ആഗ്രഹിച്ച ഈ ജനാധിപത്യ പ്രക്രിയ ഇരുട്ടു നിറഞ്ഞ ദുരൂഹ വഴികളിലൂടെ കടത്തിക്കൊണ്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകൂടവും. ഇതെങ്ങനെ ഒരു ശരിയായ തെരഞ്ഞെടുപ്പാകും? എല്ലാവർക്കും തുല്യാവസരങ്ങൾ ഇല്ലാത്ത, വെറുപ്പിനും വിദ്വേഷത്തിനും ആവോളം അവസരം കിട്ടിയ, വോട്ടിംഗ് ശതമാനത്തിലെ കണക്കുകളിൽ പോലും കള്ളക്കളികൾ അരങ്ങേറിയ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ ശരിയുള്ളതാകും? ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും സർക്കാരിൻ്റെ നയങ്ങളും ചർച്ചയായ വോട്ടെടുപ്പിൽ അതിനും മേലെ സഞ്ചരിച്ച അപകടകരമായ ആവരണങ്ങൾ ഏതൊക്കെയാണ്? ഈ തെരഞ്ഞെടുപ്പും അതിൻ്റെ നടത്തിപ്പുകാരായ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എങ്ങനെയാണ് ഇന്ത്യൻ ജനതയെ നിരാശപ്പെടുത്തുന്നത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ അശുഭകരമായ അധ്യായങ്ങൾ അരങ്ങേറുന്നത് ഇതാദ്യമാണോ? നിശ്ചയമായും അല്ല. ബൂത്ത് പിടുത്തവും കള്ളവോട്ട് ചെയ്യലും സ്ഥാനാർത്ഥികളുടെ ഭീഷണിപ്പെടുത്തലുമെല്ലാം മുൻപും ധാരാളമായി അരങ്ങേറിയ പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുണ്ട്. പണവും മദ്യവുമൊക്കെ കൊടുത്ത് വോട്ട് വാങ്ങുക, താഴേക്കിടയിലെ മനുഷ്യരുടെ വോട്ട് ഭയപ്പെടുത്തി പിടിച്ചു വാങ്ങിക്കുക, ഇതൊക്കെ അന്നും ഇന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് നാം ആവർത്തിച്ചു കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഗതികളാണ്. പക്ഷേ 2 കാര്യങ്ങളുണ്ട്. ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ അവയെല്ലാം ഒറ്റപ്പെട്ട സംഗതികളായിരുന്നു. 2, അത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ നമ്മുടെ സിവിൽ സമൂഹവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായി അണിനിരന്നിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ സഹായത്തോടെ ഇലക്ഷൻ പ്രക്രിയയുടെ സത്ത ചോർത്തിക്കളയുന്ന ഏർപ്പാടുകൾ ഈ രാജ്യത്ത് അരങ്ങേറിയിട്ടില്ല. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ 3ാം ഊഴത്തിന് അവസരം തേടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെ ഇത്തരം അശുഭകരമായ ഏർപ്പാടുകൾ തടസ്സമില്ലാതെ നടപ്പിലാക്കുന്നു. വോട്ട് നേടിയെടുക്കാൻ ഒരു പ്രത്യേക വിഭാഗത്തിന് എന്തും ചെയ്യാമെന്ന ഇളവ് നൽകപ്പെട്ടിരിക്കുന്നു. ഷെഡ്യൂളുകൾ തീരുമാനിക്കുന്നത് മുതൽ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നത് വരെ കമ്മീഷന്റെ ഇടപെടലുകൾ ഇന്ത്യൻ സമൂഹം അങ്ങേയറ്റത്തെ സംശയത്തോടെ വീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നാം ചോദിക്കുന്നത്, ഇതെങ്ങനെ ഒരു നീതിയുക്തമായ, സുതാര്യമായ, സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പാകും? ഭരണകൂടത്തെ വിടാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് തന്നെയാണ് നമുക്ക് നോക്കാനുള്ളത്. വോട്ടെടുപ്പിന് മുൻപ് തന്നെ അസാധാരണമായത് പലതും അവിടെ നിന്ന് നാം കാണുന്നുണ്ട്. പിളർന്നുപോയ പാർട്ടികൾ പലതിലെയും വിമത വിഭാഗങ്ങൾക്കൊപ്പമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലകൊള്ളുന്നത്. പ്രാദേശിക പാർട്ടികളെ പിളർത്തി വിമതരെ ഒപ്പം കൂട്ടിയ BJPക്ക് ഒരിക്കലും ഒരു തിരിച്ചടിയും ഏൽക്കേണ്ടി വരുന്നില്ല. പാർട്ടി ചിഹ്നവും പേരുമെല്ലാം വിമത വിഭാഗത്തിന് പതിച്ചു നൽകാൻ കമ്മീഷൻ രണ്ടാമതൊന്ന് ആലോചിക്കുന്നതേയില്ല. ഏക്നാഥ് ഷിൻഡെയുടെയും അജിത് പവാറിൻ്റെയും വിമത വിഭാഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പാർട്ടി ചിഹ്നങ്ങൾ തന്നെ കൈമാറി. പ്രതിപക്ഷ പാർട്ടികളെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് കമ്മീഷൻ പിന്തുണ നൽകുന്നത് പോലെ തോന്നുന്നു. വോട്ടെടുപ്പ് തീയതി വരും മുൻപേ പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കുന്ന പ്രക്രിയയ്ക്ക് ഭരണകൂടം തുടക്കം കുറിച്ചിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറനെയും പോലെയുള്ള പ്രതിപക്ഷ നേതാക്കളെ അകത്തിട്ടത് കണ്ടപ്പോൾ ഇത് ബംഗ്ലാദേശോ പാകിസ്ഥാനോ പോലെ വല്ല രാജ്യവുമായി മാറിയതുപോലെ തോന്നി നമുക്ക്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ്
കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കാശെല്ലാം സർക്കാർ തടഞ്ഞുവെച്ചത്. നിയമത്തിൻ്റെ നൂലാമാലകൾ അതിനുള്ള കാരണമാക്കി അവർ. പക്ഷേ ഭരണകൂട പാർട്ടിക്കോ അവരുടെ സുഹൃത്ത് കക്ഷികൾക്കോ അത്തരം നിയമങ്ങളെയൊന്നും ഭയക്കേണ്ടി വന്നില്ല. ഒരു തീവണ്ടി ടിക്കറ്റ് എടുക്കാനുള്ള കാശ് പോലുമില്ലെന്ന് രാഹുൽ ഗാന്ധി നിരാശപ്പെട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഭരണകൂടം ഊറിച്ചിരിച്ചു. തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ പിന്നെയും വിചിത്രമായ സംഗതികൾ കണ്ടു. എല്ലാം BJPക്ക് ഗുണമുള്ളതായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സൂറത്തിലും ഇൻഡോറിലും സ്ഥാനാർത്ഥികൾ പെട്ടെന്ന് പിന്മാറിയതോടെ BJP സ്ഥാനാർത്ഥികളുടെ ജയം എളുപ്പമായി. സൂറത്തിൽ ഒരു വോട്ടിംഗ് പോലുമില്ലാതെ BJP സ്ഥാനാർത്ഥി വിജയിയായി. തങ്ങളെ BJP സമീപിച്ചതായി സൂറത്തിലെ എതിർ സ്ഥാനാർത്ഥികൾ പറയുന്നു. ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് ബാം BJPയിൽ ചേർന്നത് എങ്ങനെയെന്ന് പരിശോധിക്കേണ്ടതാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൻ്റെ പിറ്റേന്നാണ് 17 വർഷം പഴക്കമുള്ള ഒരു കേസിൽ അദ്ദേഹത്തിനെതിരെ കൊലപാതക ശ്രമത്തിന് കുറ്റം ചുമത്തിയത്. തുടർ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയല്ലാതെ അയാൾക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. കേസുകളിൽ നിന്ന് രക്ഷ തേടാൻ BJPയിൽ ചേരുക. കഴിഞ്ഞ 10 ആണ്ടിനിടെ എത്രയെത്ര പ്രതിപക്ഷ നേതാക്കൾ ആ വഴി തേടി. അതിൻ്റെ തുടർച്ചയാണ് അക്ഷയ് ബാമും സ്വീകരിക്കുന്നത്. തുടർന്നുള്ള ആഴ്ചകളിൽ അമിത്ഷായുടെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്നും മോദിയുടെ വാരണസിയിൽ നിന്നും പ്രാദേശിക BJP രാഷ്ട്രീയക്കാരും ഗുജറാത്ത് പോലീസും ചേർന്ന് എതിർ സ്ഥാനാർത്ഥികളെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതുമാത്രമല്ല, മനസ്സിലാവാത്ത കാരണങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയെന്ന ആരോപണവും ഉയർന്നു വന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ അപ്രത്യക്ഷമായി എന്ന ആരോപണം നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് പലയിടത്തും കനത്ത ചൂടുള്ള സമയത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പലയിടത്തും മതിയായ മെഷീനുകളും ബൂത്തുകളും സജ്ജീകരിക്കാതെ ജനങ്ങളെ പൊരി വെയിലത്ത് നിർത്തി വോട്ടിംഗ് പ്രക്രിയ വൈകിച്ച് ആളുകളെ മടക്കി അയച്ചുവെന്ന ആരോപണം ചെറിയൊരു സംഗതിയല്ല. ഉത്തർപ്രദേശിലെ ബന്തയിൽ നിന്നാണ് ഈ ആരോപണം ആദ്യം ഉയർന്നതെങ്കിലും മഹാരാഷ്ട്രയിലും മന്ദഗതിയിലുള്ള വോട്ടെടുപ്പ് ആളുകളെ മടങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ചില ഭാഗങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകമായി അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ കണ്ടു. സംഭാലിൽ UP പോലീസ് ബൂത്തുകളിൽ അതിക്രമിച്ച് കയറി ഐഡികൾ തട്ടിയെടുക്കുകയും ന്യൂനപക്ഷ വോട്ടർമാരെ മർദ്ദിക്കുകയും ചെയ്തുവെന്ന് പരാതിയുണ്ടായിരുന്നു. BJPക്ക് വോട്ട് ചെയ്യാത്തതിന് കൗശാംബിയിൽ BJP പ്രവർത്തകർ ദലിതരെ ആക്രമിച്ചു. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന മറ്റൊരു പരാതി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നാണ്. അങ്ങനെ സാധ്യമായ സകല വഴികളിലൂടെയും തെരഞ്ഞെടുപ്പിനെ ഏകപക്ഷീയമാക്കാൻ ഒരു കൂട്ടർ ശ്രമിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു. 5ാം ഘട്ടത്തിനിടെ പുറത്തുവന്ന ചില വീഡിയോകൾ പരിശോധിക്കേണ്ടതാണ്. ഉത്തർപ്രദേശിൽ നിന്ന് ഒരു യുവാവ് 7 ബൂത്തിലെത്തി 7ഇടത്തും BJPക്ക് വോട്ട് ചെയ്യുന്നത് കണ്ട് രാജ്യം ഞെട്ടി. അയാൾ തന്നെ വീഡിയോ പുറത്തുവിട്ടതുകൊണ്ടാണ് നാം അത് കണ്ടത്. അല്ലെങ്കിൽ ഇതൊന്നും പിടിക്കാൻ ഒരു സംവിധാനവും എവിടെയുമില്ലെന്ന് മനസ്സിലാക്കണം. അവിടുത്തെ മാത്രം വോട്ടിംഗ് പുനഃക്രമീകരിച്ചതുകൊണ്ട് നമ്മുടെ ആകെ വോട്ടെടുപ്പിൻ്റെ വിശ്വാസ്യതയെ വീണ്ടെടുക്കാൻ കഴിയുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? ഉത്തർപ്രദേശിലെ ബന്തയിൽ താൻ സമാജ്വാദി പാർട്ടിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് വന്ന വനിതാ വോട്ടറെ പോളിംഗ് ഓഫീസർ കൈ പിടിച്ച് താമരയ്ക്ക് കുത്തിക്കുന്നതും കണ്ടു. വോട്ടിംഗ് സ്ലിപ്പുകളിലെല്ലാം കണ്ടത് മോദിയുടെ ചിത്രം എന്നത് പുതിയ കഥയല്ല. ആന്ധ്രയിലും മറ്റും വോട്ടെടുപ്പ് അവസാനിക്കും മുൻപ് തന്നെ എക്സിറ്റ് പോളുകൾ എന്ന മട്ടിൽ വലിയ കുപ്രചരണം നടന്നു. YSRCPക്ക് അനുകൂലമായ പ്രചരണം നടത്താൻ പാർട്ടി അണികൾക്ക് ഒരു പെരുമാറ്റച്ചട്ടവും ആന്ധ്രയിൽ തടസ്സമായില്ല. NCPയിലെ 2 വിഭാഗങ്ങൾ തമ്മിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിലെ CCTV 45 മിനിറ്റ് നേരം സ്വിച്ച് ഓഫ് ചെയ്തു. പോളിംഗ് കഴിഞ്ഞ് വോട്ടർമാരുടെ എണ്ണത്തിൽ അസാധാരണവും അവ്യക്തവുമായ വർധനവ് റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പണി ചെയ്യുന്നത് എന്ന് കാണണം. ഇതിനേക്കാൾ എല്ലാം വലുതും ഗൗരവതരവുമായ പ്രശ്നമാണ് വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആദ്യ 2 ഘട്ടങ്ങളിലെ പോളിംഗ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി നൽകാത്തതിനെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം.
ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 11 ദിവസത്തിന് ശേഷമാണ് അന്തിമ പോളിംഗ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. രണ്ടാം ഘട്ടം കഴിഞ്ഞ് 4 ദിവസത്തിന് ശേഷം മാത്രവും. ഇത് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം ഓരോ പോളിംഗ് സ്റ്റേഷനിലും പോൾ ചെയ്ത വോട്ടുകളുടെ രേഖയായ ഫോം 17C പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുകയാണ്. കോടതിയിൽ ഇക്കാര്യം വന്നപ്പോഴും വിചിത്രമായ തടസ്സവാദങ്ങളാണ് കമ്മീഷൻ ഉന്നയിച്ചത്. ആകെ വോട്ടർമാരും വോട്ട് ചെയ്തവരും തമ്മിലുള്ള കണക്ക് കൃത്യമായ സമയത്ത് പുറത്തുവിടാത്തത് വലിയ തോതിലുള്ള കള്ളവോട്ടിന് സഹായകമാകുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനിടെയാണ് UP-യിൽ നിന്ന് ഒരാൾ തന്നെ പലകുറി വോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ പുറത്തുവരുന്നത്. CCTV-കൾ ഓഫ് ചെയ്തുവെന്ന ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പിന് സുതാര്യതയും വിശ്വാസ്യതയും പൂർണ്ണമായും നഷ്ടപ്പെട്ടോ? കനപ്പെട്ട ചോദ്യമാണത്. വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സംശയങ്ങൾക്കും പൂർണ്ണ തോതിലുള്ള ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല എന്ന കാര്യം സവിശേഷമായി ഓർക്കണം. വോട്ടിംഗ് മെഷീനുകൾ പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാനാകും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എത്ര ആളുകൾ, എത്ര സ്ഥാപനങ്ങൾ ഇന്ത്യയിലും വിദേശത്തുമായി ഇതിനകം രംഗത്ത് വന്നു. ജനവിശ്വാസം നേടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകൂടവും എന്തു ചെയ്തു? സമ്മർദ്ദം കനത്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിലും പ്രധാനപ്പെട്ട സംശയങ്ങൾക്ക് ഉത്തരമൊന്നും ഉണ്ടായില്ല. ഏതു മണ്ഡലത്തിലാണ് വോട്ടിംഗ് നടക്കുന്നത് എന്ന കാര്യം മെഷീൻ അറിയാൻ പാടില്ലാത്തതാണല്ലോ. എന്നാൽ അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകുന്നില്ല. മെഷീന് അക്കാര്യം അറിയാം എന്ന് നാം മനസ്സിലാക്കണം. വിവിപാറ്റ് ഒറ്റത്തവണ പ്രോഗ്രാം ചെയ്യപ്പെടുന്നതും പിന്നീട് ഇടപെടലൊന്നുമില്ലാത്തതുമായ ഒന്നാണെന്ന അവകാശവാദവും കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നില്ല. വിവിപാറ്റും ഗൗരവ സ്വഭാവമുള്ള കൈകടത്തലുകൾക്ക് കഴിയുന്ന ഏർപ്പാടാണെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്. വിവിപാറ്റുകൾ ആളുകൾക്ക് നൽകുന്നില്ല, കാണിച്ചൊഴിവാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് വിവിപാറ്റ് എന്ന സങ്കല്പത്തിന് തന്നെ എതിരാണെന്ന വാദത്തിനും കമ്മീഷൻ യുക്തമായ മറുപടി നൽകുന്നില്ല. യന്ത്രത്തിൽ നിന്ന് ഇൻ്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും ഉത്തരം അവ്യക്തം. മെഷീൻ്റെ സ്ഥാനം തിരിച്ചറിയാനുള്ള ലൊക്കേഷൻ സംവിധാനമുണ്ടോ? മറ്റാരെങ്കിലും അത് എടുത്തുകൊണ്ടുപോയി തിരിമറികൾ നടത്തി തിരിച്ചു കൊണ്ടുവച്ചാൽ പിന്നീട് അത് അറിയാൻ കഴിയേണ്ടതല്ലേ എന്ന ചോദ്യത്തിനുമില്ല ഉത്തരം. ഇങ്ങനെ സാധാരണ പൗരൻ്റെ സംശയങ്ങളെ അവഗണിച്ചുകൊണ്ടോ മൂടിവെച്ചുകൊണ്ടോ അവ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ടോ അല്ല കമ്മീഷൻ ഇത്തരമൊരു പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യേണ്ടത്. EVM-കൾ നിർമ്മിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയെ നിയന്ത്രിക്കുന്നത് BJP നേതാക്കളാണെന്ന് ആരോപിച്ചത് മുൻ ധനകാര്യ സെക്രട്ടറി EAS ശർമ്മയാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ബോർഡിൽ 4 BJP നേതാക്കളെങ്കിലും ഉണ്ടെന്നും ഇതെങ്ങനെ സംഭവിച്ചുവെന്നുമാണ് ശർമ്മയുടെ ചോദ്യം. EVM-കളിലെ രഹസ്യ കോഡിൻ്റെ ജനറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ഈ കമ്പനിയിലാണ്. ഇവിടെ എങ്ങനെ BJP നേതാക്കൾ പ്രധാന പദവികളിലെത്തിയത് എന്നത് ഗൗരവമുള്ള ചോദ്യമാണ്. ഈ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും ശർമ്മ കത്തയച്ചുവെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗം ഇത്രയധികം അവിശ്വാസാരോപണങ്ങളാൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടുണ്ടോ? അതിനോട് ഒരു ഭരണഘടനാ സ്ഥാപനം ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയും അധികാരങ്ങൾ വെട്ടിയെടുക്കപ്പെട്ട ദുർബല സംവിധാനമായി മാറ്റപ്പെട്ട ഇക്കാലത്ത് അവിടെ നിന്ന് കണിശ സമീപനങ്ങൾ പ്രതീക്ഷിക്കുന്നതിലുമുണ്ട് പിഴവ്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആകുലതകളിൽ ചിലതിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വിട്ടുകളയാം. വേണ്ടത്ര വോട്ടിംഗ് മെഷീനുകളില്ലാത്ത ക്രമീകരണ പ്രശ്നങ്ങൾ, ചിലയിടത്തു നിന്ന് കണ്ട കള്ളവോട്ടുകൾ, ഇവയൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കാം. പക്ഷേ 2024 തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകളും ദുരൂഹതകളും അത്ര നിസ്സാരമല്ല. പതിവ് വീഴ്ചകളുടെ തുടർച്ചയായി അതിനെ അവഗണിക്കാനും കഴിയില്ല. പ്രതിപക്ഷ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും എതിരായ അടിച്ചമർത്തലുകൾ, ചിലയിടത്ത് ഒരു വിഭാഗത്തെ കൂട്ടത്തോടെ വോട്ടെടുപ്പിൽ നിന്ന് തടയൽ, അതിനെല്ലാം അപ്പുറം വോട്ടിംഗ് ശതമാനത്തിലെ കണക്കുകൾ പുറത്തുവിടാനുള്ള മടി, ഇതെല്ലാം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ചെറിയ ചെറിയ കള്ളക്കളികൾ കൊണ്ട് ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ഗതി നിർണ്ണയിക്കാൻ കഴിയുമോ എന്ന് വേണമെങ്കിൽ നിഷ്കളങ്കമായി സംശയിക്കാം.
നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച 40 സീറ്റുകളിൽ അവരുടെ ഭൂരിപക്ഷം 50,000-ന് താഴെയാണ്. 10,000-ന് താഴെ വോട്ടുകൾക്ക് ജയിച്ചതും അതിലും താഴെ വോട്ടുകൾക്ക് ജയിച്ചതുമായ സീറ്റുകളും 1 ഡസനിലധികമുണ്ട്. ചെറിയ മാർജിനിൽ തോറ്റുപോയ മണ്ഡലങ്ങളും കണ്ടെത്തുകയും അവിടെ ആവശ്യമായ പദ്ധതികൾ ഒരുക്കുകയും ചെയ്യുക എന്നത് ഒട്ടുമേ പ്രയാസമുള്ള സംഗതിയല്ല. അത്തരം സീറ്റുകളിലെ വിധിയെ നിർണ്ണയിക്കാൻ ചെറിയ കളികൾ കൊണ്ട് കഴിയുമെന്നാണ് വിമർശകർ, തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. മറ്റൊന്ന്, നാം ആവർത്തിച്ചാവർത്തിച്ചു കാണുന്ന മതവിഭജന രാഷ്ട്രീയത്തിൻ്റെ പെരുക്കമാണ്. കോൺഗ്രസോ ഇന്ത്യ സഖ്യമോ ജയിച്ചാൽ സകലതും മുസ്ലിങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഭൂരിപക്ഷ സമുദായത്തിനകത്ത് ഭീതി വളർത്തുകയാണ് പ്രധാനമന്ത്രി. അതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്ന ഒരു പെരുമാറ്റച്ചട്ടവും ഈ രാജ്യത്ത് ഇന്നില്ല. ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി വരെ കോൺഗ്രസ് പിടിച്ചെടുത്ത് അപ്പുറത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ മോദിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് അത് പരിഗണിക്കാൻ തന്നെ വലിയ സമ്മർദ്ദം വേണ്ടി വന്നു. ദിവസങ്ങൾക്ക് ശേഷം കമ്മീഷൻ അക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടുന്നു. മറുപടി കൊടുക്കാൻ BJP എടുത്തത് 13 ദിവസമാണ്. കമ്മീഷന് ഒരു പരിഭവവും അക്കാര്യത്തിൽ ഉണ്ടായില്ല. മറുപടി കിട്ടി ദിവസങ്ങൾക്ക് ശേഷമാണ് കമ്മീഷന്റെ തീർപ്പ് വരുന്നത്. പിന്നെ പരിധിവിട്ട വർത്തമാനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന സാരോപദേശം മാത്രം. പ്രചാരണ വിലക്കോ അയോഗ്യതയോ ഒരു നടപടിയും എടുക്കാതെ, BJPയെ വേദനിപ്പിക്കാതെ വളരെ ഭംഗിയായി എല്ലാം അവസാനിപ്പിച്ച് രക്ഷപ്പെടുകയാണ് കമ്മീഷൻ. ആന്ധ്രയിലും തെലങ്കാനയിലുമെല്ലാം BJP ഇതര നേതാക്കൾക്കെതിരെ കർശന നടപടിയെടുത്ത അതേ കമ്മീഷൻ BJPക്കെതിരായ ഗുരുതര പരാതികളിൽ മൗനിയാകുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേനാ ഗാനത്തിൽ ജയ് ഭവാനി എന്നുൾപ്പെടുത്തിയത് നീക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ BJP പ്രചാരണത്തിൽ രാംലല്ലയും രാമക്ഷേത്രവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതിൽ അസ്വസ്ഥപ്പെടുന്നതേയില്ല. കഴിഞ്ഞ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏർപ്പെടുത്തിയ വിചിത്രമായ നിയന്ത്രണങ്ങൾ ഓർക്കേണ്ടതാണ്. അമിത്ഷായുടെ റോഡ് ഷോയ്ക്കിടെ ഒരു ചെറിയ സംഘർഷമുണ്ടായി. അത് ചൂണ്ടിക്കാട്ടി മറ്റെല്ലാ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി തടയുകയാണ് അന്ന് കമ്മീഷൻ ചെയ്തത്. വെള്ളിയാഴ്ച തീരേണ്ട പരസ്യ പ്രചാരണം വ്യാഴാഴ്ചയും വേണ്ടെന്നാണ് കമ്മീഷൻ തീരുമാനിച്ചത്. അന്നത്തെ ആ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ അന്ന് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ, കാരണം വ്യാഴാഴ്ച പകൽ പ്രചാരണത്തിന് അനുമതി കൊടുത്തേ മതിയാകുമായിരുന്നുള്ളൂ. അന്ന് പകൽ മോദിയുടെ പരിപാടി ഉണ്ടായിരുന്നു. ബംഗാളിൽ അന്ന് 4ാം ഘട്ട വോട്ടെടുപ്പിനിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. കുച്ച്ബിഹാർ ജില്ലയിൽ ഒരിടത്ത് കേന്ദ്രസേന വെടിവെപ്പ് നടത്തി. പോളിംഗ് ബൂത്തിൽ വരി നിന്നവർക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ 4 പേരാണ് മരിച്ചത്. ഞെട്ടിക്കുന്ന സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തെ തടഞ്ഞ് ഉത്തരവിറക്കുകയാണ് അന്ന് കമ്മീഷൻ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേര് മോദി കോഡ് ഓഫ് കോണ്ടക്ട് എന്നാക്കി മാറ്റണമെന്ന കടന്ന വിമർശനം മമതാ ബാനർജി ഉന്നയിക്കുന്നത് അന്നാണ്. പൊതുതെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ പ്രചാരണ പരിപാടി ദൂരദർശൻ സംപ്രേഷണം ചെയ്തതിലും കമ്മീഷന്റെ ശരിയായ ഒരു ഇടപെടലും ഉണ്ടായില്ല. മേ ഭീം ചൗക്കിദാർ എന്ന പേരിൽ 1 മണിക്കൂർ നീളുന്ന പരിപാടിയാണ് അന്ന് ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തത്. അന്നത്തെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം തുടങ്ങിയ നമോ TVയെക്കുറിച്ചും പരാതി ഉയർന്നുവെങ്കിലും കമ്മീഷൻ അത് ഉഴപ്പുന്നതാണ് കണ്ടത്. സുതാര്യവും നിഷ്പക്ഷവുമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കമ്മീഷന്റെ കയ്യിലിരിപ്പിനെ കുറിച്ച് അന്വേഷിച്ചാൽ പഴയതു പലതും വേഗം ഓർമ്മയിലേക്ക് വരും. തെരഞ്ഞെടുപ്പിനെ വർഗീയതയിലും ക്രമക്കേടിലും മുക്കിയെടുക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ കുറച്ചുകൂടി കണിശവും ദൃശ്യവുമായ പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ പ്രതിപക്ഷ ചേരിക്ക് ബാധ്യതയുണ്ട്. വോട്ടിംഗ് കണക്കുകൾ പുറത്തുവിടാതെ ദുരൂഹ നിലപാടെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടാൻ അവർ നമ്മുടെ ഉന്നതമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുകയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യമുണ്ട്. ഒരു ഭരണഘടനാ സ്ഥാപനം അതിൻ്റെ ഉത്തരവാദിത്തം ശരിയാവണ്ണം നിർവഹിക്കുന്നില്ലെങ്കിൽ അത് തുറന്നു പറയാനും തിരുത്തിക്കാനുമുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശനങ്ങൾക്ക് അതീതമായ ഒരു വിശുദ്ധ പശുവല്ല ഒരു നിലയ്ക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി 60ഓളം റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിയത്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അന്ന് മാർച്ച് 10 വരെ വൈകിച്ചത് തന്നെ മോദിക്ക് വേണ്ടിയായിരുന്നുവെന്ന് സംശയിക്കണമെന്ന് ആ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം
മാർച്ച് 8, 9 തീയതികളിൽ പ്രധാനമന്ത്രി മോദിക്ക് വലിയ ഉദ്ഘാടന പരിപാടികളുണ്ടായിരുന്നു. ദലിതരും മുസ്ലിങ്ങളുമായ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയവരെ കൈകാര്യം ചെയ്തതിലെ വിവേചനവുമെല്ലാം അന്നത്തെ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തിയതിന് കർണാടക കേഡറിലെ IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതും ശരിയായ നടപടിയല്ലെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫണ്ടിങ്ങിൻ്റെ നിയമങ്ങളും മാധ്യമ പെരുമാറ്റച്ചട്ടവും ലംഘിച്ച ഭരണകക്ഷിയെ കൈകാര്യം ചെയ്യുന്നതിൽ കവിഞ്ഞ ഉദാരത കാട്ടിയത് പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതാണെന്ന് കത്ത് അന്ന് എടുത്തു പറഞ്ഞു. ഇത്തവണയും അത്തരം ആരോപണങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എല്ലാ തവണയും നാം എന്തിന് ഇത്തരം ദുരൂഹതകൾക്ക് നേരെ കണ്ണടയ്ക്കണം? ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുമായി അധികാരം ആവർത്തിക്കുമെന്ന നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ കളിക്കുന്ന ഘടകങ്ങൾ സത്യത്തിൽ തൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മതിപ്പല്ല എന്നുണ്ടോ? വെറുപ്പും വിദ്വേഷവും തിളച്ചുമറിയുന്നൊരു ഭൂമികയിൽ തനിക്കല്ലാതെ വിജയം മറ്റാർക്ക് എന്നാണോ അദ്ദേഹം ചിന്തിക്കുന്നത്? നോട്ടു നിരോധനമോ തൊഴിലില്ലായ്മയോ കോവിഡിലെ കെടുകാര്യസ്ഥതയോ വിലക്കയറ്റമോ പ്രതിപക്ഷം എന്തൊക്കെ കൊണ്ടുവന്നാലും തന്നെ തൊടാനാവില്ല എന്ന് മോദി ചിന്തിക്കുന്നതിന് പിന്നിൽ തുടക്കത്തിൽ പറഞ്ഞ സംഗതികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ? സ്വന്തമായി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കയ്യിലുള്ള നേതാവിന് ഏതു തെരഞ്ഞെടുപ്പിനെയാണ് പേടിക്കേണ്ടി വരിക എന്ന ചോദ്യം ഇവിടെ ഉണ്ടോ? ആരാണ് അദ്ദേഹത്തോട് ചോദിക്കാൻ ഉള്ളത്? ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും അപകടകരമായ പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കാട്ടിത്തരുന്നത്. എളുപ്പമല്ല അതിനെ മറികടക്കാൻ. വിനാശത്തിൻ്റെ അധ്യായങ്ങൾ രചിച്ചുകൊണ്ടേ അതിൻ്റെ തേരോട്ടം പൂർണ്ണമാകൂ. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.